റമദാൻ പറയുമ്പോൾ തന്നെ പത്തിരിയാണല്ലോ ആദ്യം തന്നെ നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പോൾ പത്തിരി പരിപാടിയാണ് ഞാൻ ആദ്യം കഴിച്ചാൽ പോകുന്നത്. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പൊടി എടുക്കാനാണ് കേട്ടോ പോയത്. അങ്ങനെ അതിലേക്ക് ആവശ്യമുള്ള പൊടി എടുത്തു. അത്യാവശ്യം പൊടി എടുക്കും കേട്ടോ, കാരണം നമുക്ക് ബാക്കി വന്നാൽ നമ്മളത് അത്താഴത്തിനും കൂടി കഴിക്കാൻ എടുക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പത്തിരിയുള്ള പൊടി വാട്ടി. അങ്ങനെ വാട്ടിയ ശേഷം പിന്നെ നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ ഞാൻ കൗണ്ടർ പോയിൻറ്റിലാണ് കേട്ടോ പൊടി കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്ത ശേഷം പിന്നെ അത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അങ്ങനെ ഈ ഉരുളകളാക്കി എടുത്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം, അമർത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ പ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയെടുക്കുക. പിന്നെ അങ്ങനെ ഫുള്ളും അമർത്തിയെടുത്ത ശേഷം ഇനി നമുക്ക് ഇവരെ പരത്തിയെടുക്കണം. അങ്ങനെ അപ്പോൾ ഒന്നുകൂടി പത്തിരി വലുതാവുമല്ലോ. അങ്ങനെ അപ്പോഴാണ് കേട്ടോ പത്തിരിൻ്റെ പരിപാടി കഴിയുക. പരത്തലും കൂടി കഴിഞ്ഞാൽ പത്തിരി പരിപാടി കഴിയും. പിന്നെ നമുക്ക് ചുടാണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, പരത്തിയെടുത്തു. പിന്നെ പരത്തിയെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ല, കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് പത്തിരി ചുടൽ നമ്മൾ പുറത്താണ് കേട്ടോ. നോമ്പിന് മാത്രം ചെറിയൊരു അടുപ്പ് നമ്മൾ പുറത്ത് കൂട്ടും. അങ്ങനെ അതിൽ വെച്ചിട്ടാണ്. പിന്നെ പത്തിരി മാത്രം ചുടാനാണ് കേട്ടോ. അപ്പോൾ കുറേ പത്തിരി ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്യാസിലേറെ നല്ലത് അടുപ്പാണല്ലോ. അപ്പോൾ അതാകുമ്പോൾ വലിയ കല്ലാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിന് പിന്നെ പുറത്ത് അടുപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പത്തിരി ചുടാണ്. അങ്ങനെ പിന്നെ ചുടലോട് കൂടി പത്തിരിൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചു. അങ്ങനെ പിന്നെ നമ്മളിനി ബീഫ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചിരവിയെടുക്കുക. അങ്ങനെ തേങ്ങ ചിരകിയെടുത്ത ശേഷം നമ്മളിതിലേക്ക് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറുമാകുമ്പോൾ തന്നെ വൈറ്റ് കളറിലാണല്ലോ വേണ്ടി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ. അതായത് ഈ തേങ്ങയിൽ തന്നെ കുറച്ച് നമുക്ക് പച്ചയ്ക്ക് കൂട്ടിയാണ്ട് അരക്കാനാണ് വറുത്തതിന് ശേഷം. അപ്പോൾ അതിന് ജീരകവും ചീരുള്ളിയും പിന്നെ ഒരു ഏലക്കായും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓയിൽ അത് പിന്നെ നമ്മൾ ചൂടാക്കിയെടുക്കുക. അങ്ങനെ ചൂടായ ശേഷം പിന്നെ നമ്മളത് മാറ്റി വെക്കേണ്ട. അതിലേക്ക് പിന്നെ ആ കുറച്ച് മാറ്റി വെച്ച തേങ്ങ കൂടി പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഈ അരക്കണേക്ക്. അങ്ങനെ നമ്മളിത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ച് എടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം അങ്ങനെ അരച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിനെ കുക്കർക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളിലേക്ക് നമ്മൾ പിന്നെ ഈ തേങ്ങ അരച്ച് കൊടുത്തു. അതിന് ശേഷം പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ചൊരു മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നമ്മൾ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ വെള്ളം കലക്കണം. അപ്പോൾ നാരങ്ങ വെള്ളം ഞാൻ പിന്നെ കലക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടോ. പിന്നെ നമ്മളൊരു ബത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബത്തക്കന് കട്ട് ചെയ്തെടുത്ത് ഇപ്പം നമ്മൾ ഓരോരോ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിന് ശേഷം പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് നോമ്പിന് മുമ്പ് തുടങ്ങിയതാണ് കേട്ടോ ജലദോഷം. അപ്പോൾ നമ്മൾ ഒന്നും രുചി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്കൊരു ചമ്മന്തി കഴിക്കണമെന്ന് തോന്നി. കടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചീരുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പിന്നെ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളൊരു ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഈ കുന്താണി ചമ്മന്തി ഉണ്ടാക്കലാണ് എൻ്റെ ഒരു മെയിൻ പരിപാടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതൊക്കെ ഇട്ടാണ് ചതച്ചെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പുളി ഇട്ടെടുത്തു. പുളി ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ചമ്മന്തി ആവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചമ്മന്തിക്ക് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനമായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, കാരണം എനിക്കത് അത്യാവശ്യം എരിവ് വേണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ എരിവിൽ തന്നെ കഴിക്കാൻ ഓവർ എരിവൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.